വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2026 ഓഗസ്റ്റ് 2 പുലർച്ചെ മൊബൈൽ ഫോണിലേക്ക് ഉച്ചത്തിൽ വന്ന അലേർട്ട് മെസ്സേജ് കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എന്താണ് സംഭവിക്കുന്നത് എന്നാദ്യം മനസ്സിലായില്ല. അർദ്ധരാത്രിക്ക് ശേഷം ഫോണിൽ ഉച്ചത്തിൽ അലേർട്ട് മെസ്സേജ് കേട്ട് പലരും ഞെട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഫോൺ എടുത്തപ്പോഴാണ് മഴ സംബന്ധിച്ച ജാഗ്രത നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ചേർന്ന് ദുരിതബാധിത ജില്ലകളിലെ മൊബൈൽ ഫോണുകളിലേക്ക് ഉയർന്ന ഡെസിബൽ അയച്ച അടിയന്തര സെല്ല് പ്രക്ഷേപണ അലർട്ടുകളായിരുന്നു അവ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ മൊബൈൽ ഫോണുകളിലേക്ക് സച്ചേത് മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു അത്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ 2026 മെയ്യിലാണ് കേന്ദ്രം ഇത് പരീക്ഷിച്ചത്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ ഉണർത്തി നിങ്ങൾ ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് ഇപ്പോഴുള്ളത് എന്നറിയിക്കുവാനാണ് ഇത്തരം അലർട്ടുകൾ നൽകുന്നത്. കോടിക്കണക്കിന് മൊബൈൽ ഫോണുകളിലേക്ക് അസാധാരണ ശബ്ദത്തോടെ ഒരേ സമയം അലർട്ടുകൾ നൽകുവാൻ നാഷണൽ ഡിസാസ്റ്റർ അലർട്ട് പോർട്ടലിന് കഴിയും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ചേർന്നാണ് ഇത് നടപ്പാക്കിയത്. സൈലൻ്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ജിയോ ടാർഗറ്റിംഗ് വഴിയാണ് സന്ദേശം എത്തിക്കുന്നത്. സർക്കാരിൻ്റെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ സർക്കാരിൻ്റെ ഈ അലർട്ട് സിസ്റ്റം ഓഗസ്റ്റ് 2 ഞായറാഴ്ച പുലർച്ചെ നമ്മളിൽ പലർക്കും ഒരു വലിയ ഭീതിയാണ് നൽകിയത്. അതിൻ്റെ കൂടെ പ്രകൃതി കൂടെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ശക്തമായിട്ടുള്ള മഴ മൂലം നിരവധി കെടുതികളും യാതനകളും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേര് മരിക്കുകയുണ്ടായി. ഒത്തിരിയധികം വീടുകൾ തകരുകയും പല വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇന്നും നമ്മൾ ഭയത്തിലും ഭീതിയിലുമാണ് ജീവിക്കുന്നത്. ഓർക്കാം, ഈ ഭയത്തിലും ഭീതിയിലും നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ യാതനകൾ കാണുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെയായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്നത്തെ 3 വായനകളും ഈ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്, കൂടെയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുക മറ്റൊരു ഭീതിയിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരെയാണ്. നമ്മൾ സുവിശേഷത്തിൽ ഇപ്രകാരം വായിക്കുന്നു. മത്തായി 14, 23 മുതൽ 25 വരെയുള്ള വചനത്തിൽ, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നാൽ തിരമാലകൾപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. അങ്ങനെ കാറ്റിലും കോളിലും പെട്ട് പ്രതികൂലമായ കാലാവസ്ഥയിൽ നിലവിളിക്കുന്ന ശിഷ്യന്മാരെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. എന്നാൽ ഈശോ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ കൂടെയുണ്ട്, അവരുടെ ഏറ്റവും അടുത്തുണ്ട്. ഈശോയുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുന്നു. മത്തായി 14:27 ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉടനെ അവൻ അവരോട് സംസാരിച്ചു എന്നാണ്. അതായത് കർത്താവ് അവരുടെ ഏറ്റവും അടുത്തുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇത്. പ്രതിസന്ധികളിൽ
ദൂരെ ആയിരിക്കുന്ന ഒരു ദൈവമല്ല അവിടുന്ന്, മറിച്ച് നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. പ്രതിസന്ധികളിൽ ശിഷ്യന്മാരുടെ കൂടെയായിരുന്ന അതേ ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആഴ്ച വചനം നമുക്ക് നൽകുന്നത്. ഇന്ന് കേരളം നിരവധി പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രളയം, ഉരുൾപൊട്ടൽ, അതിശക്തമായ മഴ, വിദ്യാർത്ഥികളിലും യുവജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, വിദ്യാർത്ഥികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ആത്മഹത്യകളുടെ വർധന, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, തൊഴിലായ്മയും കുടിയേറ്റവും, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരുന്ന വിദ്വേഷവും അസഹിഷ്ണുതയും, ഇവയൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റുകളാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. വചനത്തിൽ നമ്മൾ കാണുന്നു, യേശു ശിഷ്യന്മാരെ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷിച്ചത് ആദ്യം കടലിനെ ശാന്തമാക്കിക്കൊണ്ടല്ല, അവരുടെ ഭയം ശാന്തമാക്കിക്കൊണ്ടാണ്. നിരവധി പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളിലൂടെ നമ്മളായിരിക്കാം കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും വിഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. ഒരാളുടെ പ്രതിസന്ധി ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ പ്രതിസന്ധി. ശിഷ്യന്മാരോട് സംസാരിച്ച അതേ കർത്താവ് ഇന്ന് നമ്മോടും പറയുന്നത് അതേ വചസ്സുകളാണ്. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്താണ് ആയിരിക്കുന്നത്. ആ കർത്താവിൻ്റെ തിരു സാന്നിധ്യം മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. ആയതിനാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ, ഇവയെല്ലാം ഒരു ആത്മീയ അലർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഈ ആത്മീയ അലർട്ടുകൾ. അവയ്ക്ക് നമ്മളെ ഒരിക്കലും നശിപ്പിക്കുവാൻ സാധിക്കില്ല, നമ്മൾ തളർത്തുവാനായിട്ട് സാധിക്കില്ല, നിരാശയിലേക്ക് കുപ്പുകുത്തുവാനായിട്ട് ഒരിക്കലും അവയ്ക്ക് സാധിക്കില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു യുവാവ് എന്നെ ഫോണിൽ വിളിച്ചു അവൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുണ്ടായി. സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ പറയുകയായിരുന്നു, അച്ഛോ, ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ സഹായിക്കുവാൻ. അപ്പനും അമ്മയ്ക്കും എന്നും അസുഖങ്ങളാണ്, മരുന്നുകൾ വാങ്ങുവാനായിട്ട് പൈസയില്ല, വീട് ചോർന്നു ഒലിക്കുന്നു, എനിക്ക് നല്ലൊരു ജോലിയുമില്ല, വിദേശത്തേക്ക് പോകുവാൻ ഏജൻസിക്ക് കടമെടുത്ത് പൈസ കൊടുത്തിട്ടും ഇതുവരെ ആ ജോലിയും ശരിയായിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാച്ചോ. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ചിന്തിച്ചതും അടുത്ത മുറിയിലിരുന്ന് അമ്മ ചിന്തിച്ചതും ഒന്നു തന്നെയായിരുന്നു അച്ചോ. അമ്മയും ഞാനും ഒരേപോലെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ചിന്തിച്ചു പോയച്ചോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ വാവിട്ട് കരയുവാൻ തുടങ്ങി. എനിക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് വാക്കുകളുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു, അവനെ ആശ്വസിപ്പിച്ചു. ഈശോ നിൻ്റെ കൂടെയുണ്ട്, ധൈര്യമായിരിക്കുക, പ്രത്യാശയോടായിരിക്കുക. ഈ പ്രതിസന്ധിയിൽ നിന്നെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് വളരെ അടുത്തുണ്ട്. എല്ലാം ശരിയാകും. സമയത്തിൻ്റെ തികവിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇന്നലെ വീണ്ടും അവൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഒരു സന്തോഷ വാർത്തയുണ്ട്. 2 ജോലി ശരിയച്ചോ, 2 ഇടത്തായിട്ട്. പക്ഷെ ഞാൻ ഒരു ജോലിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ട്. സന്തോഷമായി വെച്ചോ. അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. സമാധാനമായി വെച്ചോ. അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കും സമാധാനമായി, സന്തോഷമായി. കാരണം അത്രമാത്രം വേദനയിലൂടെയാണ് അവൻ കടന്നുപോയിരുന്നത്. ഇന്നത്തെ 1-ാം വായന നമ്മൾ കാണുന്നു. പ്രവാചകനായിട്ടുള്ള ഏലിയ ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട്. പ്രവാചകനായ ഏലിയ ദൈവത്തെ പ്രതീക്ഷിച്ചത് വലിയ അത്ഭുതങ്ങളിലായിരുന്നു. ശക്തമായ കാറ്റ്, ഭൂകമ്പം, അഗ്നി, ഇവയിൽ ഏലിയ ദൈവത്തെ പ്രതീക്ഷിച്ചു. എന്നാൽ ദൈവം അവയിലുണ്ടായിരുന്നില്ല. പകരം മൃദുവായ കാറ്റിൻ്റെ ശബ്ദത്തിലായിരുന്നു ദൈവം. ഇന്ന് നമ്മളും ദൈവത്തെ പലപ്പോഴും അത്ഭുതങ്ങളിൽ മാത്രം അന്വേഷിക്കുന്നു. എന്നാൽ അവിടുന്ന് നമ്മുടെ ഏറ്റവും അടുത്തുണ്ട്. അതൊരു പക്ഷേ ഒരമ്മയുടെ പ്രാർത്ഥനയിലായിരിക്കാം, ഒരച്ഛൻ്റെ ത്യാഗത്തിലായിരിക്കാം, ഒരു ഡോക്ടറുടെ സേവനത്തിലായിരിക്കാം, ഒരു സന്നദ്ധ പ്രവർത്തകൻ്റെ കരുണയിലായിരിക്കാം, ഒരു വൈദികൻ്റെ ആശ്വാസ വാക്കുകളായിരിക്കാം. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. പല വ്യക്തികളിലൂടെ, വിവിധ സന്ദർഭങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഗോഡ് is closer to us than we are to ourselves. നാം നമ്മോട് തന്നെ ഉള്ളതിലും അടുത്താണ് ദൈവം. പത്രോസ് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് വെള്ളത്തിന് മീതി നടന്നു. പക്ഷേ കാറ്റിലേക്ക് നോക്കിയപ്പോൾ മുങ്ങിത്തുടങ്ങി.
ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിനേക്കാൾ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നോക്കുന്നത്, രോഗങ്ങളിലേക്കാണ് നോക്കുന്നത്, സോഷ്യൽ മീഡിയയിലെ നിഷേധാത്മക വാർത്തകളിലേക്കാണ് നോക്കുന്നത്. ഫലമോ ഭയം, നിരാശ, പ്രതീക്ഷ നഷ്ടപ്പെടൽ എന്നിവയിൽ നമ്മൾ കുടുങ്ങുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഫെയ്ത്ത് ഡസ് നോട്ട് റിമൂവ് ദ സ്റ്റോം, ഇറ്റ് ഗിവ്സ് അസ് ക്രൈസ്റ്റ് ഇൻ ദ സ്റ്റോം. വിശ്വാസം കൊടുങ്കാറ്റ് ഇല്ലാതാക്കുന്നില്ല, കൊടുങ്കാറ്റിനുള്ളിൽ ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നു. പ്രിയ യുവജനങ്ങളെ, ലോകം നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും. ജീവിതത്തിലെ പരാജയങ്ങൾ, തൊഴിലില്ലായ്മ, ഡിജിറ്റൽ അടിമത്തം, നിരാശ എന്നിവയാൽ. പക്ഷേ ഈശോ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രതീക്ഷയുടെ തലമുറയാകണം, സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലമുറയായിട്ട് മാറണം. ഇന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഒരുമിച്ച് സംസാരിക്കുന്നില്ല. എല്ലാവരും മൊബൈൽ ഫോണിലാണ്. കുടുംബ പ്രാർത്ഥന കൊടുങ്കാറ്റിൽ നമ്മളെ രക്ഷിക്കുന്ന മഹാനൗകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു കൊടുങ്കാറ്റിനെ ഉടനെ മാറ്റിയില്ല. ആദ്യം ഈശോ പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ കൊടുങ്കാറ്റുകളിലും, പ്രകൃതി ദുരിതങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, യുവജനങ്ങളുടെ പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, ഏകാന്തതയിൽ ക്രിസ്തു നമ്മോട് പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആത്മീയ അലർട്ടുകൾ തുടരട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.